ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസ് പ്രതി റിജോ ആന്റണിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കവർച്ച നടത്തിയ ബാങ്കിലും പണം നൽകിയ സുഹൃത്തിന്റെ വീട്ടിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. അയൽവാസിയായ സ്ത്രീയുടെ മൊഴിയാണ് റിജോ ആന്റണിയെ കൊടുക്കാൻ നിർണായകമായത്. കവർച്ച ചെയ്ത പണവും കത്തിയും റിജോ ആന്റണിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കത്തി കാണിച്ച ഉടൻ തന്നെ മാനേജർ മാറി തന്നതാണ് കവർച്ച എളുപ്പമാക്കിയതെന്നാണ് പ്രതിയുടെ മൊഴിയുള്ളത്. ചാലക്കുടിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, അയൽവാസിയായ സ്ത്രീയുടെ മൊഴിയാണ് ഇത്തരത്തിൽ പ്രതിയെ കൊടുക്കാൻ നിർണായകമായത് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ടല്ലോ. ആ സ്ത്രീയുടെ മൊഴി എന്താണ്? ഒപ്പം തെളിവെടുപ്പിന്റെ വിവരങ്ങൾ കൂടി പറയൂ വിഷ്ണു. 2 ദിവസം മുമ്പ് ആരാണ് ഈ മോഷണം നടത്തിയത് എന്ന് കേരളക്കര ഒന്നാകെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ആ ചോദ്യത്തിന് ഉത്തരമായത്. ഈ തൊട്ടടുത്തുള്ള ഈ ബാങ്കിന് തൊട്ടടുത്ത് സമീപത്ത് താമസിക്കുന്ന റിജോ ആന്റണിയാണ് മോഷണം നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി. അതിൽ പോലീസ് എത്തിയത് CCTV ദൃശ്യങ്ങളുടെയും അതോടൊപ്പം തന്നെ ഇയാളുടെ സ്കൂട്ടറൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ്. അതിൽ ഏറ്റവും നിർണായകമായത് ഈ CCTV ദൃശ്യം ഈ സമീപ പ്രദേശത്ത് ഇയാൾ വീടിന് സമീപ പ്രദേശത്തെ ഒരു സ്ത്രീയെ കാണിക്കുകയും അവർ ഇയാളെ ഐഡന്റിഫൈ ചെയ്യുകയുമാണ്. അതായത് ഇത് മുഖം മൂടിയ രീതിയിലായിരുന്നു ഇയാൾ ഈ ബാങ്കിൽ നിന്ന് പുറത്തേക്ക് പോയത്. ജാക്കറ്റൊക്കെ ധരിച്ചാണ് പോയത്. പക്ഷേ ഇതേ ശരീരപ്രകൃതിയുള്ള ഒരാൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് എന്ന സ്ത്രീ പോലീസിനോട് പറയുകയായിരുന്നു. തുടർന്ന് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളുടെ വീട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഏറ്റവും ഒടുവിൽ ഇയാളുടെ ഷൂവും ആ വീടിന് മുൻപിൽ ഇട്ടിരുന്ന ഷൂവും തമ്മിൽ മാച്ച് ചെയ്താണ് പോലീസ് ഇയാളിലേക്ക് എത്തുന്നത്. CCTV ദൃശ്യങ്ങളാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായതെന്ന് പോലീസ് പറയുന്നു. ഒപ്പം ഈ മൊഴിയും. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നടപടികൾ ഇന്ന് നടന്നിട്ടുണ്ട്. അതിൽ ഈ തെളിവെടുപ്പാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. രാവിലെ ഏകദേശം ഒരു 5 മണിയോടുകൂടി തന്നെ റിജോയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 15 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് റിജോ മോഷ്ടിച്ചത്. അതിൽ 12 ലക്ഷം രൂപ ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തി. 2,90,000 രൂപ റിജോ മുൻപ് ഒരു 3 ലക്ഷം രൂപ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് വായ്പ കടം വഹിച്ചിരുന്നു. ആ തുക തിരികെ നൽകിയിട്ടുണ്ട്. ആ പൈസ അയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് റിജോയെ കൊണ്ടുപോയി റിക്കവർ ചെയ്തു. അതിലൊരു 10,000 രൂപയോളം റിജോ ഈ സുഹൃത്തുക്കൾക്ക് ചെലവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചു, മദ്യമടക്കം വാങ്ങുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ദൂരത്തിലൂടെ ഉണ്ടായ അല്ലെങ്കിൽ ആഡംബര ജീവിതത്തിലൂടെ ഉണ്ടായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ മോഷണത്തിലേക്ക് റിജോയെ നയിച്ചത്. 4 ദിവസം മുമ്പ് തന്നെ ഈ ബാങ്കിലെത്തി സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിരുന്നു. ATM കാർഡ് വർക്കാകുന്നില്ല എന്ന് പറഞ്ഞാണ് ബാങ്കിലെത്തിയത്. ഒപ്പം ഈ ഉച്ച സമയത്ത് ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോകും, അത് തന്നെയാണ് കൃത്യസമയമെന്ന് അന്ന് അപ്പോൾ തന്നെ നോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് 4 ദിവസത്തിനിപ്പുറം 14-ാം തീയതി ബാങ്കിലേക്ക് എത്തി മോഷണം നടത്തുകയായിരുന്നു. ഈ പ്രതി പോലീസിന് നൽകിയ മൊഴിയനുസരിച്ച് കാര്യമായ പ്രതിരോധമൊന്നും ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രതിരോധം ഉണ്ടായെങ്കിൽ താൻ ഈ ശ്രമം ഉപേക്ഷിക്കുമായിരുന്നു എന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ പ്രതിയെ റിജോയെ കോടതിയിൽ ഹാജരാക്കും, റിമാൻഡ് ചെയ്യും. അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങി അടുത്ത ഘട്ട അന്വേഷണത്തിലേക്ക് പോലീസ് പോകുക. നിലവിൽ ഈ കേസിൽ റിജോ മാത്രമാണ് പ്രതി. മറ്റാർക്കും ഈ മോഷണത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ മോഷണത്തിന് ശേഷം ഇയാളെങ്ങും പോയില്ല എന്നുള്ളതും പോലീസിനെ അത്ഭുതപ്പെടുത്തുന്നു. ഇയാൾ ഈ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. വാർത്തകളൊക്കെ കണ്ട് അന്വേഷണം ഇതര സംസ്ഥാനത്തേക്കും ഇതര സംസ്ഥാന തൊഴിലാളികളേക്കും ഒക്കെ പോകുന്നു എന്ന അയാൾ തന്നെ ചോദിക്കുന്നുണ്ട്. ഒരു ബാങ്ക് ഇത്ര എളുപ്പത്തിൽ കൊള്ളയടിക്കാൻ കഴിയുമോ എന്ന ആ ഒരു ചോദ്യം പല ഭാഗങ്ങളിൽ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. സ്വാഭാവികമായും ഒരാൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഇതിനു മുൻപ് അങ്ങനെ കളവ് നടത്തിയോ അല്ലെങ്കിൽ മറ്റു കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടോ ഒന്നും അങ്ങനെ ഒരു ചരിത്രമേ ഇല്ല. ഇത്ര ഈസി ആയിട്ട് ഒരു ബാങ്കിൽ, അതും ഫെഡറൽ ബാങ്ക് പോലെ ഒരു ബാങ്കിന്റെ പ്രധാന ശാഖയിൽ കടന്ന് കയറി കൊള്ളയടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. സ്മിത, ഇത് പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ഒരു ചെറിയ ശാഖയാണ്. അവിടെ അങ്ങനെ വലിയൊരു സെക്യൂരിറ്റി സംവിധാനമില്ല. ഒരു സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റിയും ബാങ്ക് മാനേജറൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾ ഈ കത്തി കാണിച്ചതോടുകൂടി അവർ ഭയപ്പെട്ടു. ഒരു പക്ഷേ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നടന്ന ക്രൈമിന്റെ ഒരു പശ്ചാത്തലമൊക്കെ അവരുടെ മനസ്സിലുണ്ടാകും. ഇപ്പോൾ ചിന്താമരയും ഋതുവും ഒക്കെ അവരുടെ മനസ്സിൽ കാണും. എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അവർ ഒരുപക്ഷെ ഇയാൾ അവരെ പരിക്കേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഫെഡറൽ ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണ കുറിപ്പ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. തങ്ങളുടെ ജീവനക്കാർക്ക് ഇതിൽ അപകടമൊന്നും പറ്റിയില്ല,
സാധിക്കില്ല എന്നുള്ളതാണ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമെന്നാണ് അവർ അന്ന് പറഞ്ഞത്. അതായത് ജീവനക്കാർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ നൽകിയത്. ആ ഒരു പശ്ചാത്തലത്തിൽ പണം പോയാലും ഇൻഷുറൻസ് വഴി ആ പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവഹാനി വേണ്ട എന്ന് കരുതിയായിരിക്കാം ഒരുപക്ഷെ ഇവർ തടയാതിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി പ്രതിയിലേക്ക് എത്തുകയും ചെയ്തു. ആ ചോദ്യത്തിനൊരു അടിസ്ഥാനമില്ല എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. കാരണം ഇതൊരു ചെറിയ ശാഖയാണ്, താരതമ്യേന ഒരു നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ശാഖയൊന്നുമില്ല. വളരെ ചെറിയ ശാഖയാണ്, വളരെ ചെറിയ സെക്യൂരിറ്റി സംവിധാനമൊക്കെയുള്ള ഒരു ശാഖയാണ്. ഇയാൾ എന്താണ് കത്തി കൊണ്ട് ചെയ്യാൻ പോകുന്നതെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ആരെങ്കിലുമൊക്കെ കുത്തി പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നാൽ അത് വലിയൊരു ഗുരുതരമായ സാഹചര്യത്തിലേക്കൊക്കെ പോകും. ഇയാൾ ഇവിടുന്ന് ഈ പണം തട്ടിക്കൊണ്ട് പോയ ആ നിമിഷം തന്നെ പോലീസ് വളരെ കൃത്യമായി അന്വേഷിച്ചു. പോലീസ് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ഇയാളെ എത്രയും പെട്ടെന്ന് പിടികൂടാനാകുമെന്ന്. പക്ഷേ അവരുടെ അന്വേഷണം വേറെ തരത്തിലായിരുന്നു. അതായത് നേരത്തെ പ്രതി എറണാകുളത്തേക്ക് എത്തിയൊക്കെ തരത്തിലുള്ളൊരു വിശദീകരണമൊക്കെ പോലീസിൻ്റെ ഭാഗത്ത് വന്നു. പക്ഷേ അപ്പോഴും പോലീസ് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ഈ പ്രദേശം വിട്ട് പ്രതി പോയിട്ടില്ല. അവരിവിടെ സമാന്തരമായി തന്നെ ബസ് സ്റ്റാൻഡുകളും ഈ പരിസരമൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇയാൾ ഇവിടെ നിന്ന് പോകാത്തതിനുള്ള പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അന്വേഷണം പോകുന്നു എന്നൊരു തരത്തിലുള്ള വാർത്തയൊക്കെ പ്രചരിച്ചപ്പോൾ ഈ പ്രതി വിചാരിച്ചു എന്നിലേക്ക് എത്തില്ല, പരമാവധി പ്രതിരോധമൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ പിടികൂടാൻ സാധ്യതയില്ല. ഇന്നലെ നടന്ന കുടുംബ സംഗമത്തിൽ പോലും അദ്ദേഹം അങ്ങനെയാണ് ഈ മോഷണവുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോൾ പറഞ്ഞത്. പ്രതി മറ്റു സംസ്ഥാനത്തേക്ക് പോയി, ഈ പ്രതിയൊന്നും പിടികൂടാൻ പോകുന്നില്ല എന്ന് അയാളുടെ സുഹൃത്തുക്കളോട് വരെ പറഞ്ഞു. അങ്ങനെ വലിയ കോൺഫിഡൻസിലായിരുന്നു അയാൾ. പക്ഷേ ആ കോൺഫിഡൻസ് ആണ് കേരള പോലീസ് പൊളിച്ചത്. 36 മണിക്കൂറിൽ പ്രതിയെ പിടികൂടി. അല്പസമയത്തിനകം തന്നെ അയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. പിന്നീട് അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങും. സ്മിത. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എത്ര എക്സ്പേർട്ടായിട്ട് കള്ളത്തരം ചെയ്താലും എന്തെങ്കിലും ഒരു തുമ്പ് എവിടെയെങ്കിലും അവശേഷിക്കുന്നു പറയുന്നത് എത്ര കറക്റ്റ് ആണല്ലേ. മിററൊക്കെ മാറ്റി, ഡ്രസ്സ് മാറ്റി ഒക്കെ സെറ്റായി, പക്ഷെ ഷൂവിന്റെ കാര്യം മറന്നുപോയി.